പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഉറക്കം കെടുത്തുന്ന വാർത്തകളാണ് ഇസ്ലാമാബാദിലെ ഭരണ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറിയുടെ വെടിയൊച്ചകൾ കേട്ടു തുടങ്ങുകയാണ്. എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന ഒരു ചീട്ടുകൊട്ടാരത്തിന് മുകളിലാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ ഭരണം. സ്വന്തം സഖ്യകക്ഷിയായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ഏത് നിമിഷം വേണമെങ്കിലും പിന്തുണ പിൻവലിക്കാം. ഈ സൂചന നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ബിലാവൽ ഭൂട്ടോ സർദാരി സഖ്യ സർക്കാരിന്റെ പാലം വലിച്ചാൽ ഷഹബാസിന് ഭരണം നഷ്ടപ്പെടുമെന്നത് ഉറപ്പാണ്. എന്നാൽ ചോദ്യം ഇതാണ്: ഇത് വെറുമൊരു രാഷ്ട്രീയ വടംവലി മാത്രമാണോ, അതോ റാവൽപിണ്ടിയിലെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും നിയന്ത്രിക്കപ്പെടുന്ന പുതിയൊരു ഓപ്പറേഷന്റെ തുടക്കമാണോ? ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ തിരിച്ചുവരവാണോ അണിയറയിൽ ഒരുങ്ങുന്നത്? പാകിസ്ഥാൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന നിർണായക വിവരങ്ങളിലേക്ക് കടക്കാം. പാകിസ്ഥാനിൽ നിലവിലെ സഖ്യ സർക്കാരിലെ പ്രധാനപ്പെട്ട ശക്തികളായ PMLN, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ്, PPP, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്നിവർ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. സഖ്യ സർക്കാർ രൂപീകരണ സമയത്ത് നൽകിയ കരാറുകൾ ഷഹബാസ് ഷെരീഫ് പാലിക്കുന്നില്ല എന്നാണ് ബിലാവൽ ഭൂട്ടോയുടെയും ആസിഫ് അലി സർദാരിയുടെയും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഞ്ചാബ് പ്രവിശ്യയിലെ തർക്കം എന്താണെന്ന് നോക്കാം. പാകിസ്ഥാന്റെ രാഷ്ട്രീയ നിയന്ത്രണം നിർണ്ണയിക്കുന്ന പഞ്ചാബ് പ്രവിശ്യയിൽ PPPക്ക് അർഹമായ പ്രാതിനിധ്യമോ ഭരണപരമായ പങ്കാളിത്തമോ PMLN നൽകുന്നില്ല. സംസ്ഥാന വികസന ഫണ്ടുകൾ വിതരണം ചെയ്യുന്നതിലും കേന്ദ്ര ബജറ്റ് നിർദ്ദേശത്തിലും PPPയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മാത്രമാണ് ഷഹബാസ് ഷെരീഫ് എടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലെ കേവല ഭൂരിപക്ഷത്തിന് 169 സീറ്റുകളാണ് വേണ്ടത്. നിലവിൽ PPPയുടെ പിന്തുണയോടെ മാത്രമാണ് ഷഹബാസ് ഷെരീഫ് സർക്കാർ ഭൂരിപക്ഷം നിലനിർത്തുന്നത്. PPP തങ്ങളുടെ 60-ലധികം വരുന്ന MP-മാരുടെ പിന്തുണ പിൻവലിക്കുന്നതോടെ ഷഹബാസ് ഷെരീഫ് സർക്കാർ തൽക്ഷണം തന്നെ ന്യൂനപക്ഷമാകും. ആ അവസ്ഥയിലേക്ക് എത്തും. പ്രതിപക്ഷം സഭയിൽ വിശ്വാസ വോട്ട് തേടാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷഹബാസിന് സർക്കാർ പിരിച്ചുവിട്ട് രാജിവെച്ച് ഒഴിയേണ്ടി വരും. ബദൽ സർക്കാർ രൂപീകരിക്കാൻ ഇരുവിഭാഗങ്ങൾക്കും സാധിച്ചിട്ടില്ല എങ്കിൽ രാജ്യം പിന്നെയും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയും ചെയ്യും. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മുൻപത്തെ പ്രധാനമന്ത്രിയും PTA അഥവാ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് തലവനുമായ ഇമ്രാൻഖാനാണ്. അദ്ദേഹം നിലവിൽ തടവറയിലാണ്. നിരവധി കേസുകളിൽ കുടുക്കി ജയിലിൽ അടച്ചിട്ടും ഇമ്രാൻഖാന്റെ ജനപ്രീതിയിൽ യാതൊരു കുറവും ഇതുവരെ പാകിസ്ഥാനിൽ സംഭവിച്ചിട്ടില്ല. ഇമ്രാൻഖാന്റെ ജയിൽ മോചനത്തിന് വേണ്ടി PTA പ്രവർത്തകർ രാജ്യത്തുടനീളം നടത്തുന്ന ശക്തമായ പ്രതിഷേധങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുമുണ്ട്. ഇമ്രാൻഖാനെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കാൻ PMLN കാണിക്കുന്ന ധൃതി തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന് PPP ഭയക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി പോലും തങ്ങളുടെ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. അതിന് കാരണം ഒന്ന് മാത്രമാണ്: പാക് സൈന്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അതായത് ഷഹബാസിനോടുള്ള അതൃപ്തി വേറെയും വിലക്കയറ്റം, പണപ്പെരുപ്പം, അന്താരാഷ്ട്ര നാണയനിധിയുടെ കർശന ഉപാധികൾ എന്നിവയെല്ലാം മൂലം രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണല്ലോ കടന്നുപോകുന്നത്. ഷഹബാസ് സർക്കാരിന്റെ വീഴ്ചകളിൽ സൈന്യത്തിന് കടുത്ത അമർഷവുമുണ്ട്. ഷഹബാസ് ഷെരീഫിനെ മാറ്റി മറ്റൊരു താൽക്കാലിക ഭരണകൂടത്തെയോ അല്ലെങ്കിൽ പുതിയൊരു ഭരണസഖ്യത്തെയോ കൊണ്ടുവരാൻ സൈന്യം അണിയറ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. രാഷ്ട്രീയ അസ്ഥിരത പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കുകയുമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അത്യാവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും മറ്റൊരു വശത്താണ്. ഇന്ധന വിലയും വൈദ്യുതി നിരക്കും സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത വിധം ഉയർന്നിട്ടുമുണ്ട്. IMFന്റെ സമ്മർദ്ദം വേറെ. IMF കടാശ്വാസ വായ്പകൾക്ക് വേണ്ടി നൽകിയ കർശന നിബന്ധനകൾ നടപ്പിലാക്കാൻ സർക്കാർ നിർബന്ധിതരായതോടെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയുമാണ്. പാകിസ്ഥാന്റെ 75-ലധികം വർഷത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ അട്ടിമറികളും സൈനിക ഭരണവും പുതിയൊരു സംഭവമല്ല. 1947 രാജ്യം രൂപീകൃതമായത് മുതൽ ഇന്ന് വരെ ഒരു ജനകീയ സർക്കാരിനും തങ്ങളുടെ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ആ രാജ്യത്തിന്റെ ഒരു വലിയൊരു ദുരന്തം തന്നെയാണ്. സൈനിക അട്ടിമറികളുടെ ചരിത്രം വേറെ. 1958 അയ്യൂബ് ഖാൻ, 77 CI ഹാക്ക്, 99 മുഷറഫ് എന്നിവരെല്ലാം സൈനിക അട്ടിമറികൾ പാകിസ്ഥാന്റെ ജനാധിപത്യത്തെ വേരോടെ പിടിതെറിഞ്ഞ ചരിത്രമാണുള്ളത്. പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് മുകളിൽ എപ്പോഴും സൈന്യത്തിന്റെ നിഴൽ വീണ് കിടക്കുന്നുമുണ്ട്. റാവൽപിണ്ടിയിലെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് അംഗീകരിക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ് ഇസ്ലാമാബാദിലെ പാർലമെന്റിൽ നടപ്പിലാക്കുന്നതും. അപ്പോൾ ഷഹബാസിന്റെ അവസ്ഥ എന്തായിരിക്കും? നവാസ് ഷെരീഫിന്റെ സഹോദരനായ ഷഹബാസ് ഷെരീഫ് മുമ്പും സൈന്യത്തിന്റെ പിന്തുണയോടെയാണ് ഭരണത്തിൽ ഏറ്റപ്പെട്ടതെങ്കിലും നിലവിലെ സാമ്പത്തിക തകർച്ചയും പാകിസ്ഥാന്റെ അവസ്ഥയും സഖ്യകക്ഷികളുടെ എതിർപ്പും അദ്ദേഹത്തെ സൈന്യത്തിന്റെ കണ്ണിലും അനാവശ്യമായിട്ടുള്ളൊരു ഭാരമാക്കി മാറ്റിയിരിക്കുകയാണ്.
പാകിസ്ഥാനിലെ ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം അത് വെറും ഒരു ആഭ്യന്തര വിഷയം മാത്രമല്ല, ഇത് തെക്കേ ഏഷ്യൻ മേഖലയിലെ ഭൗമരാഷ്ട്രീയത്തെ ആകെ ബാധിക്കുന്ന ഒന്നാണ്. പിന്നെ ചൈനയുടെ ആശങ്കകൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഈ ഒരു അവസരത്തിൽ അത് വേണമല്ലോ. പാകിസ്ഥാനിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം നടത്തിയിട്ടുള്ള ചൈനയ്ക്ക് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അറിയാമല്ലോ. ഇസ്ലാമാബാദിലെ രാഷ്ട്രീയ അസ്ഥിരത അത് വലിയൊരു തിരിച്ചടിയാണ്. സുസ്ഥിരമായ ഒരു സർക്കാർ ഇല്ലാത്തത് ചൈനീസ് പദ്ധതികളുടെ വേഗതയെ ബാധിക്കുന്നുമുണ്ട്. ഇമ്രാൻഖാന്റെ ഭരണകാലത്ത് US-ഉമായി ഉടലെടുത്ത അകൽച്ച പരിഹരിക്കാൻ ഷഹബാസ് ശ്രമിച്ചെങ്കിലും ആഭ്യന്തര കലാപങ്ങൾ കാരണം വിദേശ നയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അയൽരാജ്യത്തെ സർക്കാർ മാറുന്നതും സൈന്യം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതും അതിർത്തി സുരക്ഷയിലും ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളിലും നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. പാകിസ്ഥാനിലെ ഏത് അട്ടിമറിയും ഇന്ത്യ കടുത്ത ജാഗ്രതയോടെ തന്നെയാണ് വീക്ഷിക്കുന്നത്. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ വരും ദിനങ്ങൾ തീർച്ചയായും അത്യന്തം നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. ഷഹബാസ് ഷെരീഫ് ബിലാവൽ ഭൂട്ടോയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങി തൻ്റെ കസേര സംരക്ഷിക്കുമോ, അതോ സഖ്യമെല്ലാം തകർന്ന് പാകിസ്ഥാൻ വീണ്ടും ഒരു രാഷ്ട്രീയ അട്ടിമറിക്കും അസ്ഥിരതയ്ക്കും സാക്ഷ്യം വഹിക്കുമോ? ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ ഭാവി ഇനി എങ്ങോട്ടേക്കാണ്? പാകിസ്ഥാനിലെ ഈ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ആശങ്കകൾ വല്ലതുമുണ്ടെങ്കിൽ അത് എല്ലാം താഴെ കമൻറ്റ് രേഖപ്പെടുത്തൂ. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അന്താരാഷ്ട്ര വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.